നമ്മളിപ്പോൾ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഹൊഗനക്കലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൊഗനക്കൽ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്താറായി. ഹൊഗനക്കൽ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞാൽ അത് കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും ബോർഡറിലുള്ള സ്ഥലമാണ്. ശരിക്കും തമിഴ്നാട്ടിലാണിത് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ ധർമ്മപുരി ജില്ലയിലാണിത് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വന്നപ്പോൾ ഒത്തിരി വൈകിപ്പോയി. ഒത്തിരി സന്ധ്യയായതിനു ശേഷമാണ് നമുക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് അധികം നമുക്ക് കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. എങ്കിൽ തന്നെ അത്യാവശ്യം കുറച്ച് സമയം നമുക്കിവിടെ ചിലവഴിക്കാൻ പറ്റി. ഏതായാലും ഉള്ള ഇതിൽ കൂടി കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങളെല്ലാം കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹൊഗനക്കൽ വാട്ടർഫോൾസിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് കാണാം നല്ല രീതിയിലുള്ള വെള്ളച്ചാട്ടം. പിന്നെ വലിയ ഭീകരമായ വെള്ളച്ചാട്ടമല്ല, വളരെ മിതമായ രീതിയിലുള്ള വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ ഉള്ളത്. വളരെ സേഫായിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ബാരിക്കേഡ് വേലി പോലെ കെട്ടി അവർ സേഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ശ്രദ്ധിച്ചിരിക്കുകയെങ്കിൽ നമുക്ക് സൈഡിൽ നിന്ന് കുളിക്കാനൊക്കെ നമുക്കുള്ള സൗകര്യം ഉണ്ട്. രാത്രിയാണ്ട് നമ്മൾ എല്ലാവരും കുളിക്കാനിറങ്ങി, കുറച്ച് നേരമൊക്കെ കുളിക്കാനിറങ്ങി. വളരെ നല്ലൊരു അനുഭവമായിരുന്നു എല്ലാവരും പറഞ്ഞത്. പക്ഷേ ഏതായാലും പകൽ വരാത്ത നമുക്ക് ഒത്തിരി ശരിക്കും നമുക്ക് പല കാര്യങ്ങളും മിസ്സായിട്ടുണ്ട്. ശരിക്കും വരുവാണെങ്കിൽ പകൽ വരണം. പക്ഷേ ഞങ്ങൾ വൈകിട്ടാണ് വന്നത്. പക്ഷേ പിന്നെ വൈകിട്ട് പോയപ്പോൾ ഞങ്ങൾക്കൊരു ഗുണമുണ്ടായി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കയറി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഈ വാട്ടർഫോൾസിൽ നിന്ന് തന്നെ പിടിച്ച നല്ല ഫ്രഷ് മീൻ വെച്ചുള്ളൊരു ചോറ്, ഊണ്, രാത്രിയിലത്തെ ഇവിടുത്തെ ഒരു തമിഴ്നാട് സ്പെഷ്യൽ ഊണ് കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അതായത് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. അതോടൊപ്പം തന്നെ കുറച്ച് ഫോട്ടോ സെഷൻസും കാര്യങ്ങളൊക്കെ ഞങ്ങളോട് എടുക്കാൻ കഴിഞ്ഞു. എങ്കിലും രാത്രി ആയതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് പോരായ്മകൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ഏതായാലും ഇനി അടുത്ത തവണ വരുമ്പോൾ ഏതായാലും പകൽ മാത്രമേ ഞങ്ങളോട് വരാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എങ്കിലേ ഇതിൻ്റെ കൂടുതൽ കാഴ്ചയും ഭംഗിയും നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ.